ഗസയ്ക്ക് മേലുള്ള ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിച്ച ഇസ്രായേൽ. റഫയ്ക്ക് നേരെയുള്ള ആക്രമണം റമദാനിലും തുടരുമെന്ന് ഇസ്രായേൽ മന്ത്രി ബെന്നി ഗാൻസ് പറഞ്ഞു. അതേസമയം 4 ഇസ്രായേൽ സൈനികരെ വധിച്ചതായി ഹമാസ് അവകാശപ്പെട്ടു. വെടിനിർത്തൽ പ്രമേയത്തെ ഒറ്റയ്ക്ക് വീറ്റോ ചെയ്ത് തോൽപ്പിച്ച അമേരിക്കയ്ക്കെതിരെ വലിയ വിമർശനമാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ നിന്നുണ്ടാകുന്നത്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഫൈസൽ ചേർന്നുണ്ട്. എന്താണ് ഗസയിൽ സംഭവിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ നൽകാനായിട്ട്. ഫൈസൽ, ഗസയിൽ വെടിനിർത്തൽ ചർച്ചകൾ അത് ഒരു തരത്തിൽ വഴിമുട്ടി നിൽക്കുകയാണ്. മറ്റൊരു വശത്ത് ഈ ആക്രമണങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് ഇസ്രായേൽ ഇപ്പോഴും പറയുന്നത്. എന്താണ് പുതിയതായിട്ട് നൽകാനുള്ള വിവരങ്ങൾ? ഫാരിഷ, ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുകയാണ് ഇസ്രായേൽ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നുസ്രത്ത് ക്യാമ്പിലും സെയ്റ്റൂണിലും ഇസ്രായേൽ സൈന്യത്തിൻ്റെ വ്യോമാക്രമണം ഉണ്ടായി. ഈ ആക്രമണത്തിൽ ഉൾപ്പെടെ 100-ലധികം ആളുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ ഗസയിൽ കൊല്ലപ്പെട്ടത്. ഇതോടെ ഗസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 29,000 കടന്നിട്ടുണ്ട്. അതേസമയം 4 ഇസ്രായേലി സൈനികരെ വധിച്ചതായി ഹമാസും അവകാശപ്പെടുന്നുണ്ട്. നിലവിൽ ഗസയിലേക്ക് സഹായമായി പുറപ്പെട്ട 100 കണക്കിന് ട്രക്കുകളാണ് റഫ അതിർത്തിയിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. ഇന്നലെ 4 ട്രക്കുകൾ മാത്രമാണ് അതിർത്തി കടന്ന് ഗസയിലെത്തിയത്. നമുക്കറിയാം, ഫെബ്രുവരി ആദ്യ വാരങ്ങളിൽ 40 മുതൽ 50 വരെ ട്രക്കുകൾ പ്രതിദിനം ഗസയിലേക്ക് കടന്നിരുന്നുവെങ്കിൽ കഴിഞ്ഞ ദിവസം കേവലം 4 ട്രക്കുകൾ മാത്രമാണ് ഗസയിലെത്തിയത്. അതിനിടെ യുണൈറ്റഡ് എയർലൈൻസ് അമേരിക്കയുടെ യുണൈറ്റഡ് എയർലൈൻസ് ഇസ്രായേലിലേക്കുള്ള വിമാനം പുനരാരംഭിക്കുന്നു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഒക്ടോബറിലെ ആക്രമണത്തിന് ശേഷം ഇതാദ്യമായാണ് ഇസ്രായേലിലേക്കുള്ള ഈ ഒരു വിമാന സർവീസ് പുനരാരംഭിക്കുന്നത്. ഫാരിഷ, എന്തായാലും ഈ വരുന്ന റമദാനിലും ആക്രമണങ്ങൾ തുടരും എന്ന് തന്നെയാണ്. അതായത് ഇപ്പോൾ പ്രധാനമായിട്ടും ഗസയിൽ റഫയും വെസ്റ്റ് ബാങ്കും ഒക്കെ കേന്ദ്രീകരിച്ചാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ കനത്തുകൊണ്ടിരിക്കുന്നത്. അത് തുടരും. ഈ ആക്രമണങ്ങളിൽ നിന്ന് ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. ഫൈസലാണ് വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്.